ഹായ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സെയിൽസ് ഫണൽ, എന്താണ് കൺവേർഷൻ ടൈം, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞത്. അഥവാ ഒരു സെയിൽ എന്ന് നടക്കുന്നത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യം. ഇത് എന്തിനു പഠിക്കണം എന്നുള്ളതാണ്. ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. സെയിൽസ് ഇൻക്ലൂഡഡ് ആണ് മാർക്കറ്റിങ്ങിൽ. അഡ്വർടൈസ്മെന്റ് ഇൻക്ലൂഡാണ്, ഒരുപാട് പ്രോസസ്സ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ഇൻക്ലൂഡാണ്, ഫീഡ്ബാക്ക് ഇൻക്ലൂഡാണ്, മാർക്കറ്റിംഗ് റിസർച്ച് ഇൻക്ലൂഡാണ്, ഒക്കെ മാർക്കറ്റിംഗ് ഇൻക്ലൂഡാണ്. ഇതിൽ പെട്ടൊരു കാര്യമാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് ഫണൽ എന്നുള്ളത് എന്താണെന്നുള്ളതും അത് മനസ്സിലാക്കൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോകുന്ന ഒരു പുതിയ വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ ഇനി എന്താണ് സെയിൽസ് ഫണൽ? നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ചെയ്തു, നിങ്ങളൊരു ക്യാമ്പയിൻ പ്ലാനൊക്കെ ഉണ്ടാക്കി ക്യാമ്പയിൻ ചെയ്തു. ആ ക്യാമ്പയിൻ്റെ ഫസ്റ്റത്തെ ലക്ഷ്യം എന്തായിരിക്കും? അഥവാ ആദ്യമായിട്ട് നിങ്ങളുടെ ബിസിനസ് ഒരു ആളുകളുടെ ഇടയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ലക്ഷ്യം എന്നുള്ളത് അവയർനെസ് എന്ന് പറയുന്നതാണ്. അഥവാ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം, ആളുകൾക്ക് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ടൊക്കെ പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ആളുകൾ അറിയാനാണ് ശ്രമിക്കുക. ഓക്കെ, ആളുകൾക്ക് അവയർനെസ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ കൊതുക് പകരുന്ന ഒരു സമയമാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒക്കെ വണ്ടികൾ പോകും, ഒരു അവയർനെസ് കൊടുക്കും, വെള്ളം കെട്ടി നിൽക്കുന്നൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് അവയർനെസ് ആണ്. അപ്പോഴാണ് ആളുകൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ദെൻ അവിടെ നെക്സ്റ്റ് വരുന്നത് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അഥവാ അവയർനെസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അഥവാ ഫസ്റ്റ് സ്റ്റെപ്പ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായി. ഈ ഒരു ഫണലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫണൽ എന്ന് പറയുന്ന സാധനത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്കാണ് ഈ അവയർനെസ് കൊടുക്കുന്നത്. അഥവാ നിങ്ങൾ കൊടുക്കുന്ന ഹ്യൂജില് അവയർനെസ് കിട്ടിയതിന് ശേഷം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അതിലും കുറവ് പേരായിരിക്കും. ഓക്കെ, ചില ബിസിനസ്സുകൾ കുറഞ്ഞ അവയർനെസ് കൊടുത്തിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ല, അതിനെ വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. അത് വെച്ചാൽ അത് പിന്നെ കുറഞ്ഞ പേരിലേക്ക് കൊടുക്കും, പിന്നെ അതിങ്ങനെ വൈറലായി ഒരുപാട് പേരിലേക്ക് എത്തും. അങ്ങനത്തെ സിസ്റ്റം ഉണ്ടാവലുണ്ട്. പക്ഷെ അതുപോലെയല്ല, നമ്മളൊരു പെയ്ഡ് മീഡിയാസ് യൂസ് ചെയ്യുമ്പോൾ പൊതുവെ ചെയ്യുന്നതാണ് വലിയൊരു ഹ്യൂജ് മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഇറങ്ങിയതിനെക്കാട്ടിയും അതിൽ ഇൻട്രസ്റ്റ് ചെയ്ത കുറച്ച് ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് ഫിൽട്ടർ ചെയ്തെടുക്കുക. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്കാണ് പിന്നത്തെ നമ്മളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ പോയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് തന്നെ എല്ലാം സെയിം ആളുകളിലേക്കും പോകില്ല. അഥവാ അവയർനെസ് കിട്ടി ഇൻട്രസ്റ്റഡ് ആയി, ഫോർ എക്സാമ്പിൾ നമ്മൾ പരസ്യം ക്ലിക്ക് ചെയ്തവരിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ബ്രാൻഡിങ് ആഡ് യൂസ് ചെയ്യുന്നു. അഥവാ അവയർനെസ് കൊടുത്ത ഒരു ഹ്യൂജ് മാർക്കറ്റിലേക്ക് ഒരു 15-20 കിലോമീറ്ററുള്ള ആളുള്ള ഒരു 2 ലക്ഷം ആളിലേക്ക് കൊടുത്തു വിചാരിച്ചു. നമുക്ക് 2 ലക്ഷമാണ് നമ്മുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഏജ് റേഞ്ചൊക്കെ ഉള്ളവര് എന്ന് വിചാരിച്ചു. ഇപ്പോൾ ട്രാൻസിറ്റ് ആണെങ്കിൽ അത്രയാണെന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തവര്, എൻക്വയറി ചെയ്തവര്, ആഡിൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് കയറി വന്നവര്, ഇങ്ങനെയുള്ള കുറേ ഒരു ആളുകളുണ്ടാവും. ഇതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. ഇതിനെ അറിയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഇതിനെ മനസ്സിലാക്കാനോ ആഗ്രഹമുള്ള ആളുകളായിരിക്കും അവർ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഒരു ട്രിഗറിങ് പോയിന്റുകൾ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുമായി എന്തൊക്കെയോ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, നമ്മളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരോ നമ്മളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോ സാധ്യത കൂടിയവരാണ് ഇൻട്രസ്റ്റ്. ഇത് ട്രാക്കബിൾ ആണ്. എന്തുകൊണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഓരോ ക്ലിക്കും ഓരോന്നും ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ. സോ ഈ ഇൻട്രസ്റ്റ് ഉള്ളവരിലേക്ക് മാത്രം ആണ് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മൾ അവയർനെസ്സുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ ആളിലേക്ക് നമ്മളെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ കൂടുതൽ വിവരങ്ങൾ അറിയാനോ കൂടുതൽ അറിയാനൊക്കെയാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കേണ്ടത്. കാരണം എന്താണ്, അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അവയർനെസ് ആണ്. അവയർനെസ് കിട്ടിയ ഒരാൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? റിസർച്ചിലേക്കാണ് പോവുക. സോ അവയർനെസ് കിട്ടിയാൽ പിന്നെ അവർ റിസർച്ചിലേക്കാണ് പോവുക. എന്താ ഇത് സംഭവം, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്, എന്തുകൊണ്ട് ഞാൻ നിങ്ങളിരുന്ന് വാങ്ങും എന്നുള്ള കാര്യങ്ങളാണ് വരിക. അപ്പൊ ഇൻട്രസ്റ്റ് കഴിഞ്ഞാലാണ് ഡിസിഷൻ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു അവയർനെസ് റിസർച്ചിന് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് റിസർച്ച് ചെയ്യുക. നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു ഷോപ്പിന് മുന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളിങ്ങനെ ആദ്യം ഒരാൾ, ഈ കച്ചവടം ചെയ്യുന്ന ആള്, നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫിൽ എക്സാമ്പിൾ, കച്ചവടം ചെയ്യുന്ന ആള് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വിളിച്ചു പറയുന്ന ആള് പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് നോക്കുമോ വിചാരിച്ചു. അപ്പൊ വീണ്ടും അയാൾ വിളിച്ചു പറയില്ല, പകരം അയാൾ നമ്മൾ എന്തിലൊക്കെയാണ് നോക്കുന്നത് അതിന്റെയൊക്കെ വില പറഞ്ഞുതരാൻ തുടങ്ങും, അത് ഇന്നതാണ്, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞുതരാൻ തുടങ്ങും. വൈ? ബിക്കോസ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റോപ്പ് ആയത്. ഈ ഒരു കൺസെപ്റ്റ് ആണിത്. അഥവാ ഇൻട്രസ്റ്റ് ആയ ആളുകളെ പിക്ക് ചെയ്യുക. അതൊരു കുളത്തിലേക്ക്
ചൂണ്ട എറിയുന്ന പോലെയാണ് ഈ അവയർനെസ് പറയുന്നത്. എവിടേക്ക് എങ്ങനെയൊക്കെ എങ്ങനെ എറിഞ്ഞ് നമ്മൾ പോകും. ഒന്ന് കൊത്താൻ തുടങ്ങി അവിടെ കൊത്തുന്നത് കണ്ട് അവിടെ നേരിട്ട് കൊടുക്കണം. നേരിട്ട് കൊടുക്കണം. വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. കാരണം നമ്മൾ സൗണ്ട് ഉണ്ടാക്കരുത്. അങ്ങനെ കുറെ, ഞാൻ മീൻ പിടിക്കാറില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ് എന്ത് ഇവിടെ ഈ ഒരു ഏരിയ ഓക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആ ഇൻട്രസ്റ്റ് കഴിഞ്ഞാലാണ് അവയർനെസ്. അവർ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി ഗൂഗിളിൽ തപ്പി ഫേസ്ബുക്കിൽ നോക്കി ഓരോ ഭാഗത്തും നമ്മളെ കുറിച്ച് അന്വേഷിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുള്ളൂ. യെസ്, ഐ നീഡ് ദിസ്, ഐ വാണ്ട് ടു ബൈ. അപ്പോൾ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിസിഷൻ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അവരെന്ത് ചെയ്തു, ഇതെനിക്ക് വാങ്ങണം. പക്ഷെ അവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആക്ഷൻ എടുക്കുന്നില്ല. ആക്ഷൻ എന്നുള്ളത് ചിലപ്പോൾ അർജൻസി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെയൊക്കെ? ഫോർ എക്സാമ്പിൾ, അയാൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യും, പക്ഷെ പൈസ ഉണ്ടാവില്ല, സിറ്റുവേഷൻ ഓക്കെ ആവില്ല. സ്ത്രീകളാണെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, പല ഇഷ്യൂസ്, പല സ്ട്രഗിളുകൾ, പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ ആക്ഷൻ എടുക്കാൻ, ഡിസിഷൻ എടുത്ത സ്ഥലത്ത് നിന്നും ആക്ഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ് സെയിൽസിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. അഥവാ ഡിസിഷൻ എടുത്തിടത്തുനിന്ന് ആക്ഷൻ എടുപ്പിക്കലാണ് ഏറ്റവും വലിയ ടഫ്. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബജാജ് ഫിനാൻസ് ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ EMI സിസ്റ്റം, അല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ, അല്ലെങ്കിൽ അർജൻസി ക്രിയേറ്റ് ചെയ്യുക, ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഓഫർ തീരും, അല്ലെങ്കിൽ സീറ്റ് തീരും. ഇങ്ങനെയുള്ള അർജൻസികൾ, പല ഓപ്ഷൻസുകൾ ഉണ്ട് കേട്ടോ. ഈ അർജൻസി മാത്രമൊന്നുമല്ല, ഒരുപാട് മാർക്കറ്റ് സ്ട്രാറ്റജി ഉണ്ട് അവിടെ. അപ്പോൾ ഓരോ ഭാഗത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ സ്ട്രാറ്റജി. ഇപ്പോൾ സെയിൽസിന്റെ അവിടെയാണ് ഈ ഇത് ചെയ്യുന്നത്. ചില സമയത്ത് കണ്ടില്ലേ, ഇപ്പോൾ PS സോപ്പിന്റെ 20% എക്സ്ട്രാ ഉണ്ട്. അതെന്താണ്? നമ്മൾ സെയിൽസിൽ വന്നു, ഡിസിഷൻ എടുത്തു, വാങ്ങണം, സോപ്പ് വാങ്ങണം. ദെൻ അവർക്ക് ഒന്നും കൂടി എക്സ്ട്രാ കൂടുതൽ സെയിൽ നടക്കും. എന്ത്? അവരൊരു വലിയ പാക്ക് കൊടുത്തിട്ട് ഇതിൽ എക്സ്ട്രാ ഇത്ര 20% അധികം ഉണ്ട്, ഇത് 200 ഗ്രാമിന്റെയാണ്, പക്ഷെ നിങ്ങൾക്ക് 250 ഗ്രാം 240 ഗ്രാമോ നിങ്ങൾക്ക് അധികം കിട്ടും, 40 ഗ്രാം എക്സ്ട്രാ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഞാനടക്കം പെട്ടുപോയ ഒരു സിറ്റുവേഷൻ ആണ് അത്. എന്തുകൊണ്ട്? നമ്മൾ ആൾറെഡി പർച്ചേസ് ചെയ്യാൻ പോയതാണ് സോപ്പ്. ദെൻ അവർ നമ്മൾ അവിടെ വീണ്ടും എന്ത് ചെയ്തു? നമ്മളെ കൊണ്ട് വലിയ പാക്കേജ് എടുപ്പിച്ചു. ഇതാണ് എന്ത്? അവിടെ നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് പോലും ആക്ഷൻ എടുപ്പിക്കാൻ വേറെ സ്ട്രാറ്റജി വീണ്ടും യൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം ആൾറെഡി ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള സോപ്പാണ്. ദെൻ വീണ്ടും നമ്മളെ കൊണ്ട് അവരെ ചെയ്യുമ്പോൾ ഓരോ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും അവിടെ ഈ ആവശ്യം വേണ്ടി വരും. അപ്പൊ ഇത്രയാണ് സെയിൽസ് ഫണൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾ ഒരു ബ്രോഡ് ഓഡിയൻസിലേക്ക് മാർക്കറ്റ് ചെയ്തു, അതിൻ്റെ ഇടയിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് ഉള്ളവരെ കണ്ടെത്തി, അതിന് ആളുകളെ കൊണ്ട് ഡിസിഷൻ എടുപ്പെടുത്തു. ആ ഡിസിഷൻ എടുത്ത ആളുകളെ കൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെയിൽ ചെയ്യിപ്പിച്ചു, കൺവേർട്ട് ആക്കിപ്പിച്ചു. ഇതാണ് സെയിൽസ് ഫണൽ എന്നുള്ളത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ് സെയിൽസ്? ഇതൊരു റിസർച്ച് ആണ്. ഒരു ഹോട്ടലിന്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരികയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങളത്. ഇതിന്റെ ഇടയിൽ അഥവാ ഈ അവയർനെസ് കിട്ടി ആക്ഷൻ എടുപ്പിക്കുന്നതിന്റെ ഇടയിലുള്ള ഒരു ടൈമിനെ നമുക്ക് കൺവേർഷൻ ടൈം എന്ന് വിളിക്കാം. അഥവാ കൺവേർട്ട് ആവുന്ന ടൈം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അഥവാ ഒരു കിട്ടി ഇന്ന ആൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു, അതിലേക്ക് കൺവേർട്ട് ആവുന്ന ടൈമാണ് കൺവേർഷൻ ടൈം. ഈ കൺവേർഷൻ ടൈം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കൺവേർഷൻ ടൈം മനസ്സിലാക്കിയിട്ട് ഏതൊരു പ്ലാൻ ഉണ്ടാക്കാവും. ഞാൻ പറഞ്ഞല്ലോ ടൈം ബോണ്ട് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു അക്കാദമിക് ആണെങ്കിൽ മിനിമം 1 വർഷം മുതൽ 2 വർഷം വരെയാണ് കൺവേർഷൻ ടൈം. കാരണം ഒരാൾക്ക് അങ്ങനെ ചിലതുണ്ട്, ഇപ്പോൾ 10 ദിവസം കൊണ്ട് 20 വർഷം കൊണ്ട് കൺവേർഷൻ ടൈം ആവുന്നവരുണ്ട്. ക്വാളിറ്റി വ്യത്യാസമാണ്, ഡിഫറെൻ്റ് ആണ് സ്റ്റുഡൻസിന്റെ. അപ്പോൾ നമ്മൾ ഒരു അവറേജ് എടുക്കുക. അവറേജ് 1 ഇയർ ആണ്. സം ടൈം നമുക്ക് 2 വർഷം വരെ വരാറുണ്ട്. എങ്കിലും നമ്മൾ ഒരു കൊല്ലാണ്, അഥവാ ഇപ്പം മാർക്കറ്റ് ചെയ്താൽ അടുത്ത കൊല്ലത്തിലേക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സെയിൽസ് നടക്കേണ്ട കേസ് ആണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുക റീബ്രാൻഡിംഗ് ആണ്. അത് ഓൾറെഡി കഴിഞ്ഞ വർഷം മുതൽ തന്നെ നമ്മളെ അറിയുന്ന ആളുകളിലേക്ക് നമ്മൾ ചെല്ലുക. അത് കാരണം നമ്മളെ അടുത്തുള്ള നമ്മളെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രാക്ക് ചെയ്ത് വെച്ച ഡാറ്റാബേസ് നമ്മളെ അടുത്തുണ്ട്. ആ ഡാറ്റാബേസിലേക്കാണ് നമ്മൾ അടുത്ത സെയിൽസിനുള്ളത് നടത്തുക. ദെൻ നമ്മളുടെ കൺവേർട്ട് ആവാനുള്ളത് ബ്രാൻഡിങ്ങിനുള്ളത് നമ്മൾ ലോങ് ടൈം ആയിട്ടാണ് പോകുക. അപ്പൊ ഇവിടെ ഈ ഒരു 2 മാസം 3 മാസം ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു കുറഞ്ഞ ടൈമുകൾ നമുക്ക് അടുത്ത ബാച്ചിന്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറിലേക്കാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അവിടെ സെയിൽസ് ആണ് ലക്ഷ്യം. ഇപ്പുറത്ത് ബ്രാൻഡിങ്ങിലാവുമ്പോൾ നമ്മൾ ലോങ് ടൈം ആഡാണ് റൺ ചെയ്യുക. നമ്മൾ അപ്പൊ തന്നെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു 5 മാസം റൺ ചെയ്യാൻ ഇത്ര എമൗണ്ട് വേണ്ടി വരും ഈ ഒരു സ്ട്രാറ്റജിക്ക്. അത് 3 മാസം ആകുമ്പോൾ നമുക്ക് റിസൾട്ട് ഒരു ഐഡിയ മനസ്സിലാവും. ഇതിൽ എൻഗേജ്മെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള, ഇത്രത്തോളം പ്രൊഫൈൽ വിസിറ്റ് വരുന്നുണ്ടോ, ഇത്രത്തോളം ക്ലിക്ക് വരുന്നുണ്ടോ, എത്ര ക്ലിക്കിന് എത്ര കോസ്റ്റ് വരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാവും.
ദെൻ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിന്റെ കേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ 40 to 60 ദിവസമാണ് അവർക്ക് കൺവേർഷൻ ടൈം വരുന്നത്. ഒരാള് ഒരു ഹോട്ടൽ ഒരു ട്രാവൽ ബുക്ക് ചെയ്ത് അവിടെ പോകാൻ ഉദ്ദേശിച്ചിട്ട് അവിടുത്തെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വരുമ്പോഴത്തിന് 40 to 60 ദിവസം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മാസം മുമ്പ് എന്തായാലും പ്ലാൻ ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു മാസമോ അല്ലെങ്കിൽ മിനിമം 2 ആഴ്ച 3 ആഴ്ച മുമ്പ് നിങ്ങൾ പ്ലാനഡ് ആയിരിക്കും അത്ര ദിവസം. ലോങ് പ്ലാനിങ് ആണ്, ചെറിയ ട്രാവൽ അല്ല പറയുന്നത്. ഹോട്ടൽ ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ അവറേജ് നിങ്ങളൊരു ട്രിപ്പ് വെക്കേഷൻ ട്രിപ്പ് ആണെങ്കിലൊക്കെ വരും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ അവയർനെസ് സ്റ്റേജ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റേജിൽ 15 ദിവസത്തോളം എന്ത് വരുന്നുണ്ട്? ഇത് റിസർച്ചിന്റെ ആണ്. അപ്പോൾ 15 ദിവസത്തോളം 1 to 15 ദിവസം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 15 ദിവസം ആഡ് റൺ ചെയ്താലാണ് ഒരു നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടീമിനെ നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവരെ നമുക്ക് കിട്ടുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കുളത്തിലാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആദ്യം ഇട്ടോക്കണം. നമുക്ക് കുറേ ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും ആ മൂലക്കെന്നാണ് കൂടുതൽ. അല്ലെങ്കിൽ ഒരു പുഴയുടെ വക്കാണെങ്കിൽ പല ഏരിയാസ് ഉണ്ടാവും, അവിടെ പുല്ലുള്ള ഏരിയ ഇങ്ങനെയുള്ളതൊക്കെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ ഓരോ മൂലകളിലായിരിക്കും. അങ്ങനെ പല സ്ഥലങ്ങൾ അത് കണ്ടുപിടിക്കണം ഫസ്റ്റ്. അഥവാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീംസിന്റെ ഡാറ്റാബേസ് നമ്മളെ കയ്യിൽ വേണം. ഡാറ്റാബേസ് മീൻസ് നമ്മളിത് കാണിച്ചു കൊടുത്ത ഒരു ഹ്യൂജ് ആളുകളെ കാണിച്ചു കൊടുത്ത എൻക്വയറീസോ കാര്യങ്ങളോ വരുത്തിയ ഒരു ഇതായിരിക്കും. അപ്പോൾ എൻക്വയറി അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ ഒരു എൻക്വയറി വന്നാൽ അതിൽ വരുന്ന ഒരു 1000-500 എൻക്വയറികൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? അവര് റിസർച്ച് ചെയ്യാൻ തുടങ്ങും. ഇത് ഓക്കെ ആണോ, ഇതിനെ കമ്പയർ ചെയ്യുന്ന മറ്റു ഹോട്ടലുകൾ ഏതൊക്കെയാണ്. അതിന് 40 ദിവസം വരെ വരാം എന്നാണ് പറയുന്നത്. അത് ഒരുപാട് സമയം കൂടി. റിസർച്ച് എന്നുള്ളത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ഓക്കെ, നിങ്ങൾ നോക്കൂ, റിസർച്ചിങ്ങിനുള്ള കപ്പാസിറ്റി നമ്മൾ കൂട്ടി കൊടുക്കാന്നാ പറയാം. അഥവാ അവരിപ്പോ എവിടേക്കാണ് ഈ ഹോട്ടൽ നോക്കുക, റിവ്യൂസ് നോക്കൂ, ഹോട്ടലിന്റെ എത്രത്തോളം പ്രൈസിങ് വരുന്നുണ്ട്, അവിടെയുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ പ്രൈസിങ് എന്ത് നോക്കൂ. ഇതൊക്കെ ഓൺലൈൻ ആയിട്ടായിരിക്കും നോക്കുക ഇപ്പോഴത്തെ ഒരു ജനറേഷന്. അപ്പോൾ ഓരോ ബിസിനസ്സിനും ഒരേ പോലെ ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഞാൻ മറ്റു സ്റ്റുഡൻസിനോട് ചോദിക്കും എങ്ങനെയുണ്ട് ക്ലാസ് എന്നുള്ളത്. അപ്പൊ ഈ കൺസിഡറേഷൻ സ്റ്റേജിലാണ് എന്ത് അവർക്ക് കണക്ഷൻ ഉണ്ട്, അവിടെ ആരെങ്കിലും നമ്മൾ അറിയുന്നവർ പഠിച്ചവരുണ്ടോ എന്നുള്ളതൊക്കെ. ഈ ഒരു സ്റ്റേജിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടി വരും. SEO വേണ്ടി വരും, നമ്മളെ പ്രൊഫൈലും കാര്യങ്ങളും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും, നല്ല ഫോട്ടോഗ്രാഫി വേണ്ടി വരും. ഇതൊക്കെ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള സ്ട്രാറ്റജിക്കാണ്. അഥവാ നമ്മുടെ ഓരോ സ്റ്റെപ്പിനെ സപ്പോർട്ട് ചെയ്യാനും ഈ ഫണൽ കംപ്ലീറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനും ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഉത്തരവാദിത്തമുണ്ട്. യെസ്, അപ്പോൾ ഈ കൺസിഡറേഷൻ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓലെ മുമ്പിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാവോ, ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മോഡൽസും ഏറ്റവും കൂടുതൽ സെലക്ഷനും ഉള്ള കടയിലായിരിക്കും. എന്തിനാണ് നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഈ കൂടുതൽ സെലക്ഷൻ? അവിടെ നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാനുള്ള എബിലിറ്റി കൂടുകയാണ്. റിസർച്ച് ചിലപ്പോൾ അതിലും ഭംഗിയുള്ള സാധനം അപ്പുറത്തെ കടയിൽ ഉണ്ടാവാം, നമ്മൾ അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് നോക്കിയിട്ടാണ് പോകുന്നത്? നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം, അഥവാ റിസർച്ച് ചെയ്യാനുള്ള നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റണം. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ 2-3 സാധനം മാത്രം ഉണ്ടാകുമ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ മനസ്സിൽ നമ്മളെ പറ്റിക്കപ്പെടുമോ, അല്ലെങ്കിൽ നമുക്ക് സെലക്ഷൻസ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഒരു മീൻ, എന്തുകൊണ്ട് ചന്തയിൽ കൂടുതൽ കച്ചവടം നടക്കും? മീൻ കച്ചവടം വില കുറയുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല, അവിടെ ഒരുപാട് മീനുണ്ടാവും. ഒരു മീൻ തന്നെ പല ആളുകളും വിൽക്കുകയാണ്. അപ്പൊ എന്താണ്, എല്ലാവരും ഒരേ വില വിളിച്ചു പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് അതിന്റെ വില. സത്യം അതാണോ അല്ലേ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം ചിലപ്പോൾ കുറച്ചപ്പുറത്ത് പോയൊരു വണ്ടിക്കാരൻ ചിലപ്പോൾ എന്തുണ്ടാവും, അതിന്റെ പകുതി വിലക്ക് വിൽക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഡിഫറൻറ്റ്. അഥവാ നമ്മളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി എന്താണ്, അത് അങ്ങനെ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അടുത്താണ് ഡിസിഷൻ. ഇപ്പോൾ മീൻ വാങ്ങാനാണെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാനാണെങ്കിലും എന്തിനു വേണമെങ്കിലും നമ്മൾ ഡിസിഷൻ എടുത്താലും ചിലപ്പോൾ പ്രൈസിങ് നമുക്കത് ഓക്കെ ആയിക്കോണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഒരു ഷോപ്പിൽ ചെന്നാൽ നമുക്ക് വേറെ പാക്കേജുകൾ ഉണ്ടോ എന്ന് നോക്കണം. ചെറിയ ബോക്സ് ആണോ വലിയ ബോക്സ് ആണോ, ഇങ്ങനെ ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ വാങ്ങണമെന്ന് ഡിസിഷൻ എടുത്താലും അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ക്യാൻസലായി പോകാൻ നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ട് വെച്ച് പോകേണ്ടി വരും. അപ്പോൾ അവിടുന്ന് പ്രൈസ് ഇതാക്കിയാണ്. ഇപ്പൊ ട്രാവലിന്റെ കേസിലാണെങ്കിൽ അവർക്ക് 40 to 60 ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ട്രാവലിനെ ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും, അങ്ങനെ സിറ്റുവേഷൻ വരാം. അതും കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് ബുക്കിംഗ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് എത്ര ദിവസം കൊണ്ട്, അപ്പോൾ നിങ്ങൾക്കൊരു ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം സമയം തന്നിരിക്കണം, ഒരു മാസത്തെ പാക്കേജ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ അവർക്ക്. പക്ഷെ അവരുടെ ഫണൽ കംപ്ലീറ്റ് ചെയ്യുന്നത് 3-4 മാസം കൊണ്ടാണെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ എന്ത് റിസൾട്ട് ഉണ്ടായി കൊടുക്കും? നിങ്ങൾ കുറെ എൻക്വയറി ഒക്കെ വന്നു, പക്ഷെ ഒന്നും ക്വാളിറ്റി ഇല്ല എന്നാണ് അവർ പറയാം.
സത്യത്തിൽ അത് ക്വാളിറ്റി ഇല്ലാതെ എൻക്വയറി ആവില്ല. കാരണം എന്താ, അവരെ ഫണൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 3 or 4 മാസമാണ്. 4 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് എന്തെങ്കിലും അറിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? സോ അപ്പൊ നിങ്ങളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഫണൽ എത്ര കാലം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പൊ ഞാൻ ചില സമയത്ത് ഞാൻ ക്ലയന്റിനോട് ചോദിക്കലുണ്ട്, സാധാരണ ഒരാള് എൻക്വയറി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ B2B ബിസിനസ്സുകൾക്കാണ് നമുക്ക് ഭയങ്കര റിസ്ക് വരിക. കാരണം അവരുടെ സെയിൽസ് ഫണൽ കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ ലോങ് ടൈം ആയിരിക്കും. B2B കസ്റ്റമർ ആണ്, ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താ വെച്ചാൽ 1 മാസം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഏജൻസി ഉണ്ട് ഇവിടെ, വലിയ ഒരുപാട് ക്ലയന്റുകൾ UK US എല്ലാ രാജ്യങ്ങളിലും ഏജൻസി. നമുക്കറിയാം ഒരു എൻക്വയറി ചെയ്തു പോയാൽ എത്ര കാലം കഴിഞ്ഞിട്ട് പിന്നെ വരിക എന്നുള്ളത് നമുക്കറിയാം. അവരുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം പ്ലാൻ ആയിരിക്കും. അതിന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എൻക്വയറി ചെയ്തിക്കുക. ആ പ്ലാനിങ് ആക്ഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4-5 മാസം കഴിഞ്ഞിട്ടായിരിക്കും. വീണ്ടും 4-5 മാസം. അതുകൊണ്ടാണ് വലിയ കമ്പനികൾക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി 6 മന്തിനായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പാക്കേജ് ചോദിക്കുക. അത് നല്ലതാണ്, അവർക്ക് വെൽ പ്ലാനഡ് ആണ്. അവർക്ക് അറിയാം 6 മാസം ആവാതെ ഇതിന് റിസൾട്ട് വരില്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെറിയ സ്ഥാപനങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. അപ്പൊ ഈ കൺവേർഷൻ ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ പ്രൊഡക്റ്റുകളൊക്കെയാണ് പെട്ടെന്ന് സെയിൽ ആവും. വലിയ പ്രൊഡക്റ്റ് വാല്യൂ കൂടുന്തോറും അതിന്റെ സെയിൽസ്. പിന്നെ അർജൻസി കൂടിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മാസ്ക്, കോവിഡ് സമയമാണ്, അപ്പൊ അർജൻസി ഉണ്ട് അവിടെ. അങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ട്, സോഷ്യൽ ഇഷ്യൂ അങ്ങനത്തെ റിലേറ്റഡ് ആയിരിക്കും. കൊട ആ സമയത്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതാണ്. പക്ഷെ ബ്രാൻഡിങ് എന്നുള്ളത് വേറെ നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ സെയിൽസ് ഫോക്കസ് ചെയ്യേണ്ട മഴക്കാലത്തായിരിക്കും, ചിലപ്പോൾ വെയിൽ കാലത്തായിരിക്കും. അതായത് സ്ട്രാറ്റജിക്ക് പറ്റിയ രൂപത്തിൽ വിടണം. വെയിൽക്കാലത്ത് മഴ കൊള്ളുന്ന ഫോട്ടോ ഇട്ട് വിടാൻ പാടില്ല. അങ്ങനെ ഓരോ സമയത്തിനനുസരിച്ച് രൂപത്തിൽ ഓരോ സമയത്തേക്ക്. ഇപ്പൊ AC നിങ്ങൾക്ക് അറിയാവോ, AC മഴക്കാലമായാലും അതിന് ഡൗൺ ആണ് ഈവൻ. അപ്പോൾ ആ സമയത്ത് ബ്രാൻഡിങ്ങോ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് സെയിൽസ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ആളുകളിലേക്ക് ഇത് വരുന്ന സമയത്ത് ഇതിന്റെ സീസൺ ആകുമ്പോഴത്തേനും എന്ത് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, അങ്ങനെ വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെയിൽസ് ഫണലിൽ വരുന്നത്.